പാമ്പിൻ്റെ എണ്ണം കൂടിയതല്ല, പാമ്പ് പിടുത്തക്കാട് എണ്ണം കൂടിയതാണ് പാമ്പ് കടി നമ്പർ കൂടിയത്. ഈ 36 വർഷത്തിൽ ഞാൻ കേൾക്കാത്ത അത്രയും പാമ്പ് വാർത്തകളാണ് ഈ വർഷം നമ്മൾ ഈ കഴിഞ്ഞൊരു 2-3 മാസത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. പിടിക്കുന്ന പാമ്പുകൾ എവിടെ വിടുന്നു എന്ന് എന്തെങ്കിലും കണക്കുണ്ടോ കേരളത്തിൽ? എത്ര പാമ്പ് പിടുത്തക്കാർ നാട്ടിലുണ്ടെന്ന് കണക്കുണ്ടോ? ഒരു ദിവസം വരുമ്പോൾ പിന്നെ ട്രെയിനിങ്ങിന് പോയിട്ട് മിണ്ടാതങ്ങ് പോകുന്നു. പിന്നെ ഈ ആളാരാണെന്നോ എന്താണെന്ന് ആർക്കും അറിയാം. ആരോ ഒന്ന് പിടിച്ചിട്ട് പോയി, ആരെന്ന് ആർക്കും അറിയില്ല. അവർ ഈ പാമ്പിനെ എവിടെ വിടണേ? 233 പേരാണ് 48 മണിക്കൂറിന് മരണപ്പെട്ടത്. അല്ല ചേട്ടൻ ഇതൊക്കെ തുറന്നു പറയും. ഇപ്പം എന്നോട് നമ്മളോട് പറയുമ്പോൾ ഇതിൻ്റെ ഒരു കോൺസിക്വൻസസ് ചേട്ടൻ ആലോചിക്കാറില്ല? കാരണം എത്ര പേരായിരിക്കും ചേട്ടനെതിരെ പ്രവർത്തിക്കാനായിട്ട് ഒരുങ്ങുന്നത്. ഇപ്പം ഞാൻ ഈ ജീവിതം കൊണ്ട് ഇനി അങ്ങോട്ട് അധികം മുന്നോട്ട് പോകാൻ ചിന്തിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഇനി കല്യാണം ഉണ്ടാവില്ല ലൈഫിൽ? ഒരിക്കലും ഉണ്ടാകത്തില്ല. ഞാൻ എല്ലാവർക്കും ശത്രുവാണ്. മരുന്ന് കമ്പനിക്കാർക്ക് ശത്രുവാണ്. പിന്നെ വനംവകുപ്പിന് ചില കൊള്ളരുതായ്കൾക്കെതിരാണ്. ഇതെല്ലാം തട്ടിപ്പാണെന്നേ. ഞാനിപ്പം ഒരു കുഴിയിൽ വീണിരിക്കുകയാണ്. ഞാൻ ജീവിച്ചിരുന്നതുകൊണ്ട് എൻ്റെ വീട്ടുകാർക്ക് ഉപകാരം, അടുത്ത തലമുറയ്ക്കൊരു ഉപകാരം ഉണ്ടാകും. എനിക്ക് തോന്നുന്നു ഇത്രയും ഇപ്പം എനിക്കിപ്പോൾ 36 വയസ്സുണ്ട്. ഈ 36 വർഷത്തിൽ ഞാൻ കേൾക്കാത്ത അത്രയും പാമ്പ് വാർത്തകളാണ് ഈ വർഷം നമ്മൾ ഈ കഴിഞ്ഞൊരു 2-3 മാസത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. പെർ ഡേ കൊറോണ മരണം പോലെ പാമ്പ് കടിയേറ്റ മരണം റിപ്പോർട്ട് ചെയ്ത് തുടങ്ങി ചാനൽസ്. അതെന്താ ഈ വർഷം ഇത്ര ഇത് അഗ്രസീവായി? കഴിഞ്ഞ മാസം എത്ര പേര് മരണപ്പെട്ടെന്ന് പറയാം? 18 പേര് ഒറ്റ മാസം. ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഈ നമ്മുടെ സംസ്ഥാനത്ത് എന്തിൻ്റെങ്കിലും ഒരു പഠനമുണ്ടോ? എന്തിൻ്റെങ്കിലും അടിസ്ഥാനപരമായിട്ട് പഠനമുണ്ടോ? ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്താണെന്നറിയാം? 110 വർഷങ്ങൾക്ക് മുന്നേ കണ്ടുപിടിച്ചാണ് ആൻറ്റീവനം, പാമ്പടിയിൽ കൊടുക്കുന്ന മരുന്ന്. അത് 3 പ്രാവശ്യം റീഡെവലപ്പ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു. ചെയ്തിട്ടില്ല. ഇപ്പോൾ എന്താ, ഞാനൊരു മീഡിയയിൽ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ റീഡെവലപ്പ് ചെയ്യാനുള്ള പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. വെച്ചു, ഇപ്പോൾ തുടങ്ങാൻ പോകുന്നു. ഇതാരെങ്കിലും ചോദിക്കാറുണ്ടോ? 2 വർഷമേ മരുന്നിന് കാലാവധിയുള്ളൂ, അല്ലെങ്കിൽ 2.5 വർഷമേ കാലാവധിയുള്ളൂ. ഈ കുത്തിവയ്ക്കണ മരുന്ന് 2 വർഷം പഴക്കമുള്ള മരുന്നാണോ കുത്തിവയ്ക്കുന്നത്? 5 വർഷം 10 വർഷം പഴക്കമുള്ള മരുന്നാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത്. അടിസ്ഥാനമായിട്ട് ഞാൻ പറയുന്നു. പഴയ മരുന്ന്, കാലാവധി കഴിഞ്ഞ മരുന്ന് കൊണ്ട്, മരുന്നിൻ്റെ കുഴപ്പം കൊണ്ടാണ് കൂടുതൽ ആൾക്കാരും ഡെത്തിലേക്ക് പോകുന്നത്. പേവിഷബാധയിൽ മരുന്നെടുത്ത് മരണപ്പെടുന്ന എത്ര കുട്ടികളെ എന്തുകൊണ്ട് മരണപ്പെടുന്നു? എന്തുകൊണ്ട് മരുന്ന് റീഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നില്ല? എനിക്ക് ഇത്രയും മരണം തരും. പാമ്പ് കടിയെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഇനിയൊരു പരമായ സത്യം കൂടെ പറയാം. പാമ്പിൻ്റെ എണ്ണം കൂടിയതല്ല, പാമ്പ് പിടുത്തക്കാട് എണ്ണം കൂടിയതാണ് പാമ്പ് കടിക്ക് നമ്പർ കൂടിയെന്നുള്ള. പിടിക്കുന്ന പാമ്പുകൾ എവിടെ വിടുന്നു എന്ന് എന്തെങ്കിലും കണക്കുണ്ടോ കേരളത്തിൽ? എന്തെങ്കിലും കണക്കുണ്ടോ? എത്ര പാമ്പ് പിടുത്തക്കാർ നാട്ടിലുണ്ടെന്ന് കണക്കുണ്ടോ? എന്തെങ്കിലും ഒരു രജിസ്റ്റർ ഉണ്ടോ? ഇപ്പോൾ പലരും സോഷ്യൽ മീഡിയയിൽ ഇടാൻ വേണ്ടിയൊക്കെ പാമ്പ് പിടിക്കാൻ പോകും. ഒരു ദിവസം വനംവകുപ്പിൻ്റെ ട്രെയിനിങ്ങിന് പോയിട്ട് മിണ്ടാതങ്ങ് പോകുന്നു. പിന്നെ ഈ ആളാരാണെന്നോ എന്താണെന്ന് ആർക്കും അറിയാം. ഞാനിപ്പോൾ ഇവിടുന്ന് ഒരു സ്ഥലത്ത് വർക്കല ചെല്ലുമ്പോൾ പറയും, ആരോ ഒന്ന് പിടിച്ചിട്ട് പോയി, 2000 വാങ്ങിച്ചു 3000 വാങ്ങിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ ആരെന്ന് ആർക്കും അറിയില്ല. അവർ ഈ പാമ്പിനെ എവിടെ വിടണേ? ഇന്ത്യയിൽ ആകപ്പാടെ ഒരു സംസ്ഥാനത്ത് മാത്രമേ റിലീസിങ് പോളിസിയുള്ളൂ, തുറന്നു വിടുന്നതിൻ്റെ കണക്കുള്ള ഒരു സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. വേറെ ഇടത്തില്ല. ഞാൻ മഹാരാഷ്ട്ര സഞ്ചരിച്ചു. പാമ്പ് പിടുത്തക്കാർക്ക് പാമ്പ് പിടിക്കും. ഇനിയൊരു സത്യം അറിയാമോ? കേരളത്തിൽ ഇപ്പോൾ ഒരു ആപ്പ് വന്നിട്ടുണ്ട്, സർപ്പ എന്നൊരു ആപ്പ്. ഞാൻ പറയാറില്ല, ഞാൻ ഒരു ചാനലിൽ പറയാറില്ല. ഞാൻ പറയുമ്പോൾ അവർക്ക് പ്രൊമോഷനായി പോകും, പറയാറില്ല. ഈ ആപ്പ് ആരുടെ പേരിലെന്നറിയാമോ? ഒരാളിൻ്റെ പേരിലാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ആപ്പ് ഒരാളിൻ്റെ പേരിൽ എങ്ങനെയാണ് വരിക? നമുക്ക് എല്ലാവർക്കും അറിയുന്ന ആളാണോ? അറിയുന്ന ആളല്ല, അയാൾ ബിസിനസ് മാൻ. അയാളുടെ ഇതിൻ്റെ പേരെന്താണെന്ന് അറിയാം? ലെപ്പേഡ്. ഇത് ചാരിറ്റബിൾ ട്രസ്റ്റാണ്. ഇതിൽ പറഞ്ഞേക്കണേ ഇന്ത്യൻ വൈൽഡ് ഫോറസ്റ്റ് ഒക്കെ കുറേ ഉണ്ട്. പക്ഷേ ഇതിന് ചാരിറ്റബിൾ ട്രസ്റ്റാണിത്. ട്രസ്റ്റിൻ്റെ ഒരു സാധനം എങ്ങനെ സർക്കാർ എംബ്ലം വെക്കുന്നത്? സർക്കാരിൻ്റെ എംബ്ലം എങ്ങനെ വെക്കാൻ പറ്റുക? ഇതിനെന്തെങ്കിലും ഒരു എന്താ പറയുക, നമ്മളിപ്പോൾ ടാക്സ് അടയ്ക്കുന്നു, ഇൻഷുറൻസ് അടയ്ക്കുന്നു, ആരെങ്കിലും മുഖ്യമന്ത്രിയുടെയോ അല്ലെങ്കിൽ ആരുടെയും പേരിലാണോ അടയ്ക്കുന്നത്? ഇത് ഒരാളിൻ്റെ പേരിൽ. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ നമുക്ക് കടി കിട്ടുന്നതിൻ്റെത് നോൺ വെനമസ് ആയിരുന്നാലും വെനമസ് ആയിരുന്നാലും ഇതിൻ്റെ പഠനങ്ങൾ വേണ്ടേ? ഇതെല്ലാം ഈ ആപ്പിലേക്കാണ് പോകുന്നത്. ഇത് പുള്ളി വിൽക്കുന്നു, അത് സെയിൽ ചെയ്യുന്നു. കഴിഞ്ഞ മാസം ഇദ്ദേഹത്തിൻ്റെ ഈ ആപ്പ് കേരളത്തിൽ സമ്പൂർണ്ണ വിജയം. എത്ര രൂപ ഈ ആപ്പിന് വേണ്ടി അദ്ദേഹത്തിന് കിട്ടിക്കാണും? നല്ല എമൗണ്ടല്ലേ കിട്ടും, കോടികളല്ലേ കിട്ടിയിരിക്കുന്നത്. ഇത് ആരോ കാശ് വാങ്ങിയിട്ട് നമ്മളിവിടെ ഇത് പബ്ലിഷ് ചെയ്തു. ഇതിനൊരു കുഴപ്പം കൊണ്ടുണ്ട്. എന്താണെന്നറിയാമോ?
ഈ സാധനത്തിന് കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുന്നേ തമിഴ്നാട് സർക്കാരിന് കേരളത്തിൽ സമ്പൂർണ്ണ വിജയം എന്ന് പറഞ്ഞ് വിൽക്കാൻ വേണ്ടി എഗ്രിമെൻ്റായി. അപ്പോഴാണ് എനിക്ക് കോൾ വരുന്നത് ഇങ്ങനെയാണെന്ന്. ഞാനത് തടയിട്ടു. എങ്ങനെ കൊടുക്കാൻ പറ്റുക? ഇത് 0 ബൈറ്റ് പോളിസി. അതായത് ഇത് വന്ന് ഈ ആപ്പ് വന്നാൽ കേരളത്തിൽ പാമ്പ് പിടുത്തക്കാർക്ക് കടിയില്ല. എത്ര പേർക്ക് കടി കിട്ടിയെന്നറിയാമോ? 138 പേർക്ക് കടി കിട്ടി 3 വർഷം കൊണ്ട്. എന്തെങ്കിലും ഒരു വാർത്ത വന്നിട്ടുണ്ട്? ആരെങ്കിലും ഒരു വാർത്ത ചെയ്തിട്ടുണ്ടോ? ഇവിടെ ഇപ്പോൾ പറഞ്ഞപ്പോൾ പാമ്പടി അവിടെ മരിക്കുന്നു ഇവിടെ മരിക്കുന്നു എന്നാണ്. കേരളത്തിൽ ഇതിനു മുന്നേ പാമ്പടി ഉണ്ടായിട്ടുണ്ട്, മരണം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം മീഡിയാസ് കൂടി, സോഷ്യൽ മീഡിയയും കൂടിയപ്പോൾ വാർത്തകൾ വേണ്ടേ? അപ്പോൾ എല്ലാം വാർത്ത. പക്ഷേ ഇതിൻ്റെ കുട്ടികളുടെ വാർത്തകൾ മാത്രമേ വരുന്നുള്ളൂ. ഈ കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുന്നേ ഒരു കുട്ടി 3 വീലുള്ള സൈക്കിൾ എടുത്തപ്പോൾ പാമ്പടിയിട്ട് മരണപ്പെട്ടു. തൊട്ട് പറച്ചല്ലൊരു കുട്ടി, ഉറങ്ങിക്കിടന്ന കുട്ടി പാമ്പടിക്കാൻ വേണ്ടി എത്ര ബ്രേക്ക് ചെയ്തു. മലപ്പുറത്ത് കോഴിക്കോട് ഒരു കുട്ടി കട്ടിൽ കിടന്നുറങ്ങിയ കുട്ടിയെ പാമ്പടിയിട്ട് മരണപ്പെട്ടു. എത്ര വാർത്ത വന്നു. ഇവിടെ നമ്മുടെ വെഞ്ഞാറമുള്ളൊരു 28 വയസ്സുള്ള ഒരു പെൺകുട്ടി പാമ്പടിയിട്ട് മരണപ്പെട്ടു. എത്ര വാർത്ത വന്നു. അല്ല ചേട്ടൻ ഇതൊക്കെ തുറന്നു പറയും, ഇപ്പം എന്നോട് നമ്മളോട് പറയുമ്പോൾ ഇതിൻ്റെ ഒരു കോൺസിക്വൻസസ് ചേട്ടൻ ആലോചിക്കാറില്ല? കാരണം എത്ര പേരായിരിക്കും ചേട്ടനെതിരെ പ്രവർത്തിക്കാനായിട്ട് ഒരുങ്ങുന്നത്. എന്തെങ്കിലും രീതിയിൽ ഒരു വധഭീഷണി അങ്ങനെയുള്ള കോൾസ് വരാറുണ്ട്? അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ലെന്നേ. വരാറുണ്ട്. ഞാൻ എന്തിനാ മൈൻഡ് ചെയ്യണേ? ഞാൻ എന്തായാലും മരിക്കൂലേ? പാമ്പടിച്ചാലും മരിക്കൂലേ? എങ്ങനെയും ജീവൻ ഏതെങ്കിലും രീതിയിലും ജീവൻ പോകുമല്ലോ. അവന് ഞാൻ ഇനി അവരെന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് പേടിച്ച് എനിക്ക് കടുവിനകത്തിരിക്കാൻ പറ്റും? അങ്ങനെയൊന്നും ജീവിച്ചിരിക്കുന്ന ആളൊന്നും, അങ്ങനെയൊന്നും പേടിച്ച് മാളത്തിരിക്കുന്ന ആളൊന്നും അല്ല ഞാൻ. എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള എനിക്കറിയാം. ഇപ്പോൾ ഉത്തര കൊലക്കേസ് ഞാനാണ് സാക്ഷിയുള്ളത്, വെളിയിൽ നിന്നൊരു സാക്ഷിയില്ലല്ലോ. ഉത്തരയുടെ കൊലക്കേസിന്റെ ഞാനല്ലേ സാക്ഷി? വേറെ ആരാ സാക്ഷിയുള്ളത്? പുറത്തുനിന്നൊരു സാക്ഷിയുണ്ടോ? ആരും ഇല്ലല്ലോ. ഞാനല്ലേ സാക്ഷി. അന്ന് ആദ്യം കാരണം ഉത്തരയുടെ മരണം നടന്നു കഴിഞ്ഞിട്ട് ചേട്ടൻ ആ റൂമിലേക്ക് വരികയാണ്. അതെ, ഭർത്താവ് തന്നെ പാമ്പിനെ വിട്ടിട്ട് ഉത്തരേനെ കടുപ്പിക്കുകയാണ്. ആ റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ചേട്ടൻ അത് ആ ഒരു ഇമ്പാക്ട്, ആ വൈബ് എങ്ങനെയാണ് ചേട്ടൻ? നെഗറ്റീവ് അല്ല, ഞാൻ ആദ്യം കടി കിട്ടി. അത് ആദ്യത്തെ കടി തുടയിലാണ് കടിച്ചത്. ഫസ്റ്റ് കടി പാമ്പ് കടിച്ചതാണെന്ന് ഓൾറെഡി പറഞ്ഞു, ഡോക്ടേഴ്സ് പറഞ്ഞു. പക്ഷേ ഈ കടിയുടെ പോയിന്റ് വന്നപ്പോൾ ഒരിക്കലും സാധ്യതയില്ല. കാരണം ഈ കാലിൻ്റെ പാദത്തിലെ ചൂട്, ഇതിനകത്തൂടെ കയറി വരുന്നൊരു പാമ്പ് നൈറ്റ് അകത്തോടെ നിന്ന് ഇവിടെ കടിക്കാനൊരു സാധ്യതയില്ല. ഈ ചൂട് ഇവിടെ എല്ലാം ഉണ്ട്, ഇവിടെയൊക്കെ കടിക്കാം. അവിടെ നിന്ന് കടിക്കുക, ഇവിടെ കടിച്ചിരിക്കുന്നത്. പിന്നെ അകത്തോടെ കയറി വന്നാൽ ഈ കുട്ടി സെഡേഷനായിട്ട് ഇത് അണലിയാണ് കടിച്ചതെന്നാണ് ആദ്യം അണലിയാണ് കടിക്കുന്നത്. ഓർമ്മയുണ്ടോ? ആദ്യം അണലി. ഉറക്കത്തിൽ കിടന്ന കൊതു കടിക്കുന്നത്, നമ്മൾ കാലിലെ കൊതു കടിച്ച് നമ്മൾ അനങ്ങത്തില്ലേ, മാന്തത്തില്ലേ? ഇത്രയും വലിയൊരു അണലി കടിച്ചിട്ട് ഈ കുട്ടി അറിഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞെന്താണ്, കുട്ടി സെഡേഷൻ 6 മാസം കൊണ്ട് കുട്ടിയെ ആ ഉത്തരയ്ക്ക് മയക്കുമരുന്ന് കൊടുത്തിരുന്നു. അപ്പോൾ അതൊന്നും ആരും ആദ്യം ചെവിക്കൊണ്ടില്ല. പിന്നെ ആയപ്പോഴാണ് ഇത് ലോക്കൽ പോലീസ് സ്വാഭാവികം പാമ്പടി മരണമായിട്ട് എഴുതി തള്ളി. അപ്പോൾ ഞാൻ ചുമ്മാ ഇരുന്നില്ല, എൻ്റെ പണി ഇങ്ങനെ നടത്തിക്കൊണ്ടായിരുന്നു. അവരെ നാട്ടുകാരെയൊക്കെ വിളിച്ചു, അവിടുത്തെ പല ആൾക്കാരെയും വിളിച്ചു. ഇങ്ങനെ എല്ലാവരും വിളിച്ച് സംസാരിക്കാൻ പറയും, ഇതൊരു സ്വാഭാവിക പാമ്പടിയിലെ ഇത് കൊലപാതക ശ്രമമാണ്, അവിടെയുള്ള മുഴുവൻ ആൾക്കാരും കൊലയപ്പെടുമെന്ന് പറഞ്ഞു. ഈ ക്രമേണ അതിനിടയ്ക്ക് അത് കഴിഞ്ഞിരിക്കുമ്പോഴാണ് അടുത്ത കടി വരുന്നത്. ആദ്യത്തെ കടി 2ാമത്തെ നിലയിൽ വെച്ചാണ്. അണലിയാണ്, റസൽസ് വൈപ്പർ 2ാമത്തെ നിലയിലോ മുകളിലോ കയറിയ ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അണലി സാവകാശം പോകുന്ന സാധനം. ഈ സാധനം ഇത്രയും 18 പടി കയറി മേളിൽ എത്തുമ്പോൾ ആരെങ്കിലും കണ്ണിപ്പെടാതിരിക്കും. താമസമുള്ള വീടാണ്, ആരും എപ്പോഴും ആളുള്ളൊരു വീടാണ്. അവിടെ 24 മണിക്കൂർ അപ്പനും അമ്മയും ഒക്കെ ഉള്ളൊരു വീടാണ്. അപ്പോൾ ഈ പാമ്പ് ഇവിടുന്ന് അവിടെ കയറി 1 മണിക്കൂർ മേലെടുക്കും അവിടെ എത്താനായിട്ട്. ഈ സമയത്ത് ആരെങ്കിലും കണ്ണിപ്പെടും. അപ്പോൾ ഞാനെന്ത് അവിടുത്തെ ലോക്കൽ ആൾക്കാരെയൊക്കെ വിളിച്ചു. ആ ഏരിയ ലോക്കൽ ഒരു 35 വർഷം പഴക്കമുള്ള ഒരു 60-70 വയസ്സ് 60-55 വയസ്സുള്ള ആൾക്കാരെ വിളിച്ചിട്ട് അവിടെ ഇങ്ങനെ അണലി, അമ്മാവൻ നിങ്ങളുടെ പ്രായത്തിൽ നിങ്ങളുടെ അറിവിൽ നിങ്ങൾ അവിടെ അണലി എന്ന് പറഞ്ഞ സാധനം എനിക്കറിയാം ഒരു ലൊക്കേഷനിൽ. ഇവരെല്ലാം ടെറിട്ടറിയിലാണ് പാമ്പെല്ലാം. അപ്പോൾ അണലിക്കൊരു ടെറിട്ടറിയം, മൂർക്കിന് വേറെ ടെറിട്ടറിയം. അണലിക്ക് കുറച്ച് ഡ്രൈ മേഖലയാണ് ഇഷ്ടം, ഡ്രൈ മേഖല. ഈ വെള്ളമുള്ള സ്ഥലത്താണ്, വെള്ളമുള്ള സ്ഥലം അവന് ഇഷ്ടമില്ല. കുറച്ചുകൂടി ഡ്രൈ ഉള്ളത് തന്നെ, വെയിലൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ് അവൻ സാധാരണ അവൻ്റെ ഷെൽട്ടറാക്കി ഇടുന്നത്. അപ്പോൾ നോക്കിയപ്പോൾ ഇല്ല, ഞങ്ങൾ ചെറുപ്പത്തിൽ ഇവിടെ അണലിയൊക്കെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊരു കൊലപാതക ശ്രമമാണെന്ന് അവരെടുത്തും പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാണ് 1 മാസം കഴിഞ്ഞപ്പോൾ അടുത്ത കോബ്ര ബൈറ്റ് കേൾക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ ആദ്യത്തെ കടിയിൽ സംശയം തോന്നി, 2ാമത്തിൽ കുറച്ചുകൂടെ ഉറപ്പായി. 1 മാസം 2 കടി കിട്ടിയിരുന്നപ്പോൾ എനിക്ക് ഉറപ്പായി. അപ്പോൾ തന്നെ ഞാൻ എല്ലാവരെയും വിളിച്ച് പറഞ്ഞു ഇത് കൊലപാതകമാണ്, എനിക്ക് യാതൊരു സംശയമില്ല, കൊലപാതകം തന്നെയാണ്. ഭർത്താവാണെന്ന് എനിക്കറിയില്ല, ആ കുടുംബമായിട്ട് ബന്ധപ്പെടുന്ന ആരോണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ബാത്റൂമിൻ്റെ ഹൈറ്റ് ചോദിച്ചു, വെന്റിലേറ്റർ എത്ര ഹൈറ്റ് ഉണ്ട്, അവിടെ വിറകുപോലെ അടുക്കിയിട്ടുണ്ടോന്ന് എല്ലാം ഫോണിൽ കൂടി ചോദിക്കണം മറ്റുള്ള അയൽവക്കത്തുള്ളവർ. അപ്പോൾ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ പറമ്പ് ക്ലീനാണ്. അപ്പോൾ വേറെ എന്തെങ്കിലും വള്ളിപ്പടപ്പുണ്ടോ? ഉണ്ട്, വള്ളിപ്പടപ്പൊന്നുമില്ല, നല്ല നീറ്റാണ്. അപ്പോൾ അവിടെ വരാനായിട്ട് ഒരു സാധ്യതയില്ല. പിന്നെ AC റൂമാണെന്നും കൂടെ പറഞ്ഞു. AC റൂമിനകത്ത് എന്തായാലും ജനൽ തുറന്നിട്ട് ആരും കിടക്കത്തില്ലല്ലോ. അപ്പോൾ ജനൽ വഴി കയറി എന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്, ജനൽ വഴി കയറി. അപ്പോൾ അങ്ങനെ എനിക്ക് എൻ്റെ മനസ്സിൽ ആദ്യമേ അത് കൊലപാതകം. പിന്നെ ഞാൻ വേറൊരു കൊലക്കേസിൻ്റെ സാക്ഷിയായിരുന്നു. എൻ്റെ നാട്ടിൽ സോമൻ കൊലക്കേസ് എന്നൊരു കൊലക്കേസുണ്ടായിരുന്നു. അതിൽ പ്രതികളെ ഒരു 15 ദിവസം 20 ദിവസമായിട്ടും പ്രതികളെ പിടികൂടിയില്ല.
പ്രതികളെ പിടികൂടായിരിക്കുന്ന സമയത്താണ് ഞാനിങ്ങനെ റിവൈൻഡ് ചെയ്ത് പോയ സമയത്ത് ഞാൻ ഇങ്ങനെ ഒരു ദിവസം രാത്രി കേട്ടിക്കാവ് അമ്പലത്തിൽ പോയിട്ട് രാത്രി 11 മണിക്ക് വിളക്കം കഴിഞ്ഞ് പോയ സമയത്ത് അപ്പുറത്ത് നിലാവിൽ കൂടി വരമ്പിൽ കൂടെ ഒരാൾ രണ്ടുപേരും നടന്നു പോകുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു സംശയം, അത് ഒരാൾ എൻ്റെ കൂട്ടുകാരനാണല്ലോ, ബാബു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു, ബാബു അളിയാ? അപ്പോൾ അളിയാ ഞാനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ നീ എവിടെ പോകണം? അത് ഞാൻ അളിയൻ്റെ അടുത്തോട്ട് സോമമാമനെ പണിക്ക് കൊണ്ടുപോകാൻ വേണ്ടി പരിചയപ്പെടുത്താൻ വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കോവിലുണ്ടെന്ന് അവനറിയാം, അപ്പോൾ അതിലേ വരേണ്ട കാര്യമില്ല, ഇപ്പുറത്തൂടെയാണ് വരേണ്ടത്. അപ്പോൾ ഞാനിത് റിവൈൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും കുറച്ചുകൂടെ പുറകിലോട്ട് പോയി. അപ്പോൾ ഇയാളെ കൊണ്ട് വേറൊരു സ്ഥലത്തൂടെ പോകുന്നതായിട്ട് എനിക്ക് അറിയാൻ പറ്റി. അപ്പോൾ ഞാൻ അന്നത്തെ DYSP അന്നത്തെ സർക്കിള് മുഹമ്മദ് ഇക്ബാൽ, അദ്ദേഹമായിട്ട് അടുപ്പമുള്ള ഒരാളുടെ ഞാൻ പറഞ്ഞു. അപ്പോൾ ഇവൻ മരിച്ച സമയത്ത് ആദ്യം ഓടിയെന്ന് എന്നോടാണ് പറഞ്ഞത്. രാവിലെ 7-7:30 ഓടിയെന്ന് പറഞ്ഞ് അളിയ സോമ മരിച്ചു എന്ന് പറഞ്ഞു. എന്നിട്ട് പുള്ളി ഓടി അങ്ങ് പോകണം. അപ്പോൾ ഞാൻ പുള്ളിയെ ശ്രദ്ധിച്ച പുള്ളിയുടെ ഷർട്ടിൻ്റെ പുറകിൽ ഒരു ചെളിയുടെ പാട് കണ്ടതുപോലെ എനിക്ക് തോന്നി. ഷർട്ടിൻ്റെ ചെളിയുടെ പാട് കണ്ടതുപോലെ പുള്ളി ഓടിപ്പോൾ എല്ലായിടത്തും പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ പുള്ളിയെ ഒന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ പുള്ളി ആ മരിച്ച വീട്ടിൽ ബോഡി കൊണ്ടുവരുന്നതിന് മുന്നേ മൂലയിൽ ഇപ്പോൾ ഇരിക്കുന്നു, ബീഡി വലിക്കുന്നു, കളയുന്നു, വീണ്ടും വലിക്കുന്നു, കളയുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ പുള്ളിയെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അതിന് പിന്നെ അന്ന് മരിച്ച് അടക്കമോ കഴിഞ്ഞ സമയത്തും പുള്ളി ആദ്യത്തെ കഞ്ഞി കുടിച്ച പുള്ളിയാണ്, ആക്ഷൻ കൗൺസിൽ ആദ്യം ഒപ്പിട്ട പുള്ളിയാണ്. അപ്പോൾ ഞാൻ പുള്ളി സർക്കിളിനോട് തന്നെ വിളിച്ചു, സാറേ ഇന്ന ആളിനെ എടുത്തോളാൻ പറഞ്ഞു, അവരെ കയ്യിൽ അറിയാതെ നടക്കില്ലെന്ന്. എടുത്തപ്പോൾ കറക്റ്റാണ് പറഞ്ഞ് അവരായിരുന്നു 9 കുത്തുണ്ടായിരുന്നു. ഞാനായിരുന്നു ബോഡിയൊക്കെ എടുത്ത് കിടത്തിയതും ബാക്കി കലകെല്ലാം ഞാൻ. അപ്പോൾ അതിനും സാക്ഷി ഞാനായിരുന്നു. പക്ഷെ അത് ജീവപര്യന്തം കിട്ടേണ്ടതാണ്. പിന്നെ അത് രാഷ്ട്രീയ ഇടപെടലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അത് വെറുതെ വിട്ടു കേസ്. അല്ല, ഇത്രയൊക്കെ പറയുമ്പോഴും പാമ്പ് കടിയേറ്റ് ലൈവായിട്ട് ഒരാൾ മരിക്കുന്നത് എപ്പോഴെങ്കിലും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ സുരേഷ് ചേട്ടന്? പിന്നെ ആണല്ലേ. സക്കീർ ഹുസൈൻ എന്ന് പറഞ്ഞൊരു പാമ്പ് പിടുത്തക്കാരൻ നമ്മുടെ മംഗലാപുരത്ത് വെച്ച് കടിയേറ്റ് അദ്ദേഹം പാരിപ്പള്ളി ESIയിൽ മരിക്കുന്ന സമയത്ത് ഞാനുണ്ടായിരുന്നു. ഞാനവിടെ ചെന്ന് കയറിക്കുന്ന പുള്ളി മരിച്ചു, ബോഡി ചൂടുണ്ട്, അപ്പോഴത്തേക്ക് പോകുന്നു. അതുപോലെ ഞാൻ കിള്ളിപ്പാലത്ത് വനം വകുപ്പിൻ്റെ ഒരു വാച്ചർ പാമ്പ് പിടിയിട്ട് മരണപ്പെട്ടു, ഷിബു. അപ്പോഴും ഞാൻ ICUയിൽ കയറി കണ്ടതാണ്. അവർ കണ്ട് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ സമയത്ത് പുള്ളി മരണപ്പെട്ടു. പിന്നെ അത് കഴിഞ്ഞൊരു സംഭവം ഉണ്ടായിട്ട് ഈ 2 മാസങ്ങൾക്ക് പിന്നെ കോരാണിയിലൊരു അമ്മ പാമ്പടിയിട്ട് മരണപ്പെട്ടു. ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വാർഡിൽ വന്ന അമ്മയെ ഞാൻ കാണാൻ ചെല്ലുന്നു. ഞാൻ ചെന്നപ്പോൾ ഞാൻ വെച്ച് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വാർഡിൽ വന്ന അമ്മയ്ക്ക് ഈ അവസ്ഥയോ? അപ്പോൾ ഞാൻ എൻ്റെ കൂടെ വന്ന ആളിനോട് ഞാൻ പറഞ്ഞു, ഈ അമ്മ ഇപ്പം മരിക്കുമെന്ന് പറഞ്ഞു. അമ്മ രാത്രി മരിച്ചു. ഞാൻ ഇങ്ങനെ ഇറങ്ങി 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അമ്മ മരിച്ചു. അത് കഴിഞ്ഞ് പ്രേം സലീം എന്നുണ്ട് പാമ്പിനെ പിടിക്കുന്ന ഒരാൾ, കല്ലമ്പലത്തുള്ളത്. പുള്ളി ഒരു 10 മണിക്ക് എന്നെ വിളിക്കുന്നു, സുരേഷ് എനിക്ക് വീട്ടിൽ പോകണം. പുള്ളി പാമ്പടിയിട്ട് ഹോസ്പിറ്റലിൽ മെഡിക്കലിൽ കിടക്കാണ്. അപ്പോൾ സുരേഷ് എനിക്ക് വീട്ടിൽ പോകണം. ഞാൻ പറഞ്ഞു ചേട്ടാ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മൊബൈൽ അടുത്താളുടെ കൊടുക്കാൻ പറഞ്ഞു. കൂടെ ഇരിക്കുന്നതിൻ്റെ മൊബൈൽ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു സവര പുള്ളിയെ വിടരുത്, പുള്ളി ഇന്ന് രാത്രി മരിക്കുമെന്ന് പറഞ്ഞു. പുള്ളി രാത്രി മരിച്ചു. അപ്പോൾ എന്താ പറയുക, ആ ഒരു അവസ്ഥ അവസാനത്തെ കോള് വരുന്നത്, ഞാൻ ഇതൊക്കെ നോക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് തോന്നി പുള്ളിയുടെ അപ്പോഴത്തെ ഫീലിംഗ്, പുള്ളി പോകാനുള്ള തയ്യാറെടുപ്പിലാണ്, വീട്ടിലേക്കല്ല യാത്രയാവുന്നത്. അപ്പോൾ പുള്ളി യാത്രയായി. ആ അമ്മ ഇങ്ങനെ എന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ കിടക്കുന്നു, ഇങ്ങനെ 2 പ്രാവശ്യം ഇങ്ങനെ നോക്കി. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ കണക്കൂട്ടി, അമ്മ ഇന്ന് രാത്രി യാത്രയാവും. അമ്മ യാത്രയായി. അല്ല, ഇത് നേരത്തെ ഒരു ഇൻസിഡൻറ്റ് എന്നോട് പറഞ്ഞു, ഈ ആൾക്കാർ വരുമ്പോൾ ഒരു പാമ്പ് കറക്റ്റായിട്ട് മുകളിലേക്ക് കയറി വരിക, വീട് വിൽക്കാൻ പറ്റുന്നില്ല. അതെ. ഇത് പലരും പറയും അതിലെന്താ സയൻസ് ഇല്ല, അത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? കാരണം പാമ്പിന് ഈ പറഞ്ഞ മാതിരി വേറെയുള്ള ഗന്ധം. ഞാൻ പറയുന്നത് പാമ്പിനെ കുറിച്ച് ഒരു മണ്ണാങ്കട്ടയും ഒരുത്തിനും അറിഞ്ഞുകൂടാ. പാമ്പിനെ പഠിക്കാൻ ശ്രമിക്കാറില്ല ആരും. പിടിക്കുന്ന പാമ്പിനെ 10 വരെ മുന്നിൽ ഷോ കാണിക്കുന്നു, എവിടെയും കൊണ്ട് തുറന്നു കൊടുക്കും. ഞാൻ അങ്ങനെയല്ല. ഞാൻ പിടിച്ച് കുറേ നേരം എൻ്റെ കയ്യിൽ വെച്ച് കളിച്ചതിന് ശേഷം മാത്രമേ ഞാൻ പാമ്പിനെ വിടാറുള്ളൂ. അപ്പോൾ അതിന് അവരുടെ ചേഷ്ടകൾ ഓരോന്ന് ഇപ്പോൾ നമ്മൾ പണ്ട് എഴുതിയ ബുക്കുകൾ മാത്രമാണ് ഇന്ന് നമ്മുടെ മുന്നിലുള്ളത്. പുതിയ ബുക്സ് ഒന്നും ഇല്ല, ഒരു ജീവികളെക്കുറിച്ചും ഇല്ല. ഇപ്പോൾ കടുവയുടെ സെൻസസ് കിടക്കുന്നു. കടുവ വരുമോ? ഞാൻ മണിക്കുട്ടൻ കടുവ ഇഞ്ഞ് വാ എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന എന്ന് പറഞ്ഞ് കടുവ എന്ന് വന്ന് സെൻസസിന് നിന്ന് കൊടുക്കുമോ? പണ്ട് 10 വർഷങ്ങൾക്ക് മുന്നേ 20 വർഷങ്ങൾക്ക് മുന്നേ നടന്ന സർവ്വ ഇന്ന് 450 കടുവയുണ്ട്. ആ 450 എൻ്റെ ഫുട് പ്രിൻ്റ് എല്ലാം കൂടി എടുത്ത് വെച്ചിട്ട് ഇപ്പോൾ ഇത്രയും വർഷമായില്ല, അപ്പോൾ 20 എണ്ണം കൂടി കാണും. ഇതാണെന്ന് നടക്കുന്നത് നമ്മുടെ നാട്ടിൽ. കടുവ ഇല്ലാത്ത സ്ഥലത്ത് സെൻസിങ്ങിന് അല്ല സെൻസസിന് എനിക്ക് ചിരി വന്നു. പൊന്മുടിയിൽ കടുവയുണ്ടോ? അവിടെ സെൻസസിന് പോയ 3 വരെ കാണാനില്ല, ഒരു ലേഡി വനം വകുപ്പുകാരെയും കാണാനില്ല, 2 വാച്ചർമാരെയും കാണാനില്ല. എന്നാൽ പത്രത്തിലൊക്കെ വാർത്ത കണ്ടില്ലേ നിങ്ങൾ? കടുവയില്ലാത്ത സ്ഥലത്ത് സെൻസിങ്ങിന് പോയിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കി. ഇത് കാണുമ്പോൾ എനിക്ക് ചിരി വരുന്നത് ഞാൻ വല്ലതൊക്കെ പറഞ്ഞു പോകണത്. അപ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതുപോലൊരു ഇൻസിഡൻറ്റ് ചേട്ടൻ, അതായത് പലപ്പോഴും നമുക്ക് വിശദീകരിക്കാൻ പറ്റാത്ത അതുപോലെ ഏതെങ്കിലും ഒരു ഓർമ്മയിലുണ്ടോ? അതായത് ഇങ്ങനെ നമ്മൾ പറയില്ലേ, ഒരു വേറൊരു സെൻസിൽ നമ്മളത് പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു പ്രസൻസോ എനിത്തിങ്, ലൈക്ക് ഇപ്പം പറഞ്ഞു ആ സമയത്ത് പാമ്പ് വന്നിട്ട് പോവുക, അതുപോലുള്ള വേറെ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ്, അതായത് നമ്മുടെ ഇതിന് വിവരിക്കാൻ പറ്റാത്ത, സയൻസിന് വിവരിക്കാൻ പറ്റാത്ത. എല്ലാം സയൻസിന് വിവരിക്കാൻ പറ്റുമോ?
സയൻസിന് വിവരിക്കാൻ പറ്റുന്ന എത്ര എല്ലാം സയൻസ് കൊണ്ടാണോ നമ്മുടെ നാട് പ്രപഞ്ചം നിന്ന് പോകുന്നത്? എല്ലാം കറക്റ്റാണോ? എന്തൊക്കെ പൊട്ടത്തരങ്ങളാണ് എഴുതി തള്ളിക്കൊണ്ടിരിക്കുകയെന്നറിയാം നമ്മുടെ നാട്ടിൽ. എന്തൊക്കെ പൊട്ടത്തരങ്ങളാണ്. എല്ലാം സയൻസ് എന്ന് പറഞ്ഞാൽ പാമ്പിനെ പിടിക്കരുതെന്നാണ്. പാമ്പിനെ പിടിക്കരുത്. പാമ്പ് നാച്ചുറൽ ഹാബിറ്റായിട്ട് ജീവിക്കണം, അവൻ്റെ സ്ഥലത്ത് ജീവിക്കണം. അവനെന്തിനാ പിടിക്കണം? അതാണ് സയൻസ്. എന്തിനാ പിടിക്കണം? അകത്ത് കയറുന്നതിനെ പുറത്തിറക്കി വിട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടുത്തെ ജനങ്ങളോട് പോയി ജീവിക്കും. അപ്പോൾ ഈ പാവപ്പെട്ട ജനങ്ങൾ എവിടെ പോയി ജീവിക്കും? അവർക്ക് ജീവിക്കണ്ടേ? അപ്പോൾ നമ്മൾ പിടിച്ച് സേഫായിട്ട് കാട്ടിക്കൊണ്ടുവിടുന്നു വെച്ചാൽ എന്ത് സേഫാണ് ഉള്ളത് ഒന്ന് പറയൂ. പാമ്പ് ജീവിക്കുന്നുണ്ടോ? ഈ കാട്ടിക്കൊണ്ടുവിടുന്ന പാമ്പുകളെല്ലാം ജീവിക്കുന്നെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇവൻ്റെ ശത്രുക്കൾ അവിടെയില്ലേ? ഇത് വരാൻ പോകുന്ന മാരകമായ ആപത്തെന്താണ്? അടുത്ത തലമുറ അല്ലെങ്കിൽ അടുത്ത തലമുറയ്ക്ക് വരാൻ പോകുന്ന ദൂഷ്യം എന്താണെന്ന് അറിയാമോ? എന്തെങ്കിലും പഠനമുണ്ടോ? ഇപ്പോൾ നമ്മൾ കാട്ടിക്കൊണ്ടുവിടും. ഞാൻ കാട്ടിക്കൊണ്ടുവിടുമ്പോൾ അന്നത്തെ പണ്ടത്തെ വനംവകുപ്പ് ഞങ്ങൾ നല്ല ജോളിയായിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മളൊരു സ്ഥലത്ത് പാമ്പനിവിടെ നമ്മൾ നോക്കും അവിടെ എന്തൊക്കെ ബേഡ്സ് ഉണ്ട്. അവിടെ ഹമ്മിങ് ബേഡ്സിനെ കാണാൻ പറ്റുന്നുണ്ട്. ഹമ്മിങ് ബേഡ്സ് ഉണ്ട്. അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങാടിക്കുരുവിയുണ്ട്, അല്ലെങ്കിൽ ബുൾബുള്ളുണ്ട്, അല്ലെങ്കിൽ നീലക്കാക്കയുണ്ട്. ശരി, അപ്പോൾ ഇവിടെ വിട്ടാൽ ഇവർ അടുത്ത വർഷം, അപ്പോൾ നമ്മളൊരു പ്രാവശ്യം അവിടെ വിടും. അടുത്ത പ്രാവശ്യം നമ്മൾ അതുവഴി വിടാൻ പോകുന്ന സമയത്ത് അവിടെ ശ്രദ്ധിക്കുമ്പോൾ ഈ സാധനങ്ങളുടെ എണ്ണം കുറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ഈ സാധനങ്ങൾ അവിടെ ഇല്ല. അപ്പോൾ എന്താ സംഭവിക്കുക? ഈ കിളികൾ നശിക്കുമ്പോൾ നമ്മുടെ ശൽപ്പതങ്ങളുടെ വർധനവും ഉണ്ടാവും. അപ്പോൾ നമ്മുടെ അടിക്കാടുകൾ നശിക്കും, നമ്മുടെ കാട്ടിലെ പച്ചിലകൾ നശിക്കും. അപ്പോൾ നമുക്ക് വരും തലമുറയ്ക്ക് ദോഷകരമായിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. അത് മാത്രമേ ചോദിക്കട്ടെ, പാമ്പിനെ പിടിച്ച് കാട്ടിക്കൊണ്ട് വിടുന്നത് ഏറ്റവും നല്ലതാണെന്ന് പറഞ്ഞു. പാമ്പിനെ ഷെൽട്ടർ ചെയ്യണം. പിടിക്കുന്ന പാമ്പുകൾ ഷെൽട്ടർ ചെയ്യണം. അത് 5 വയസ്സോളം പ്രായമുണ്ട്, അല്ലെങ്കിൽ 4 അടി നീളമുണ്ട്. എത്ര നമുക്ക് എന്താ പറയുക, ഇത്ര മില്ലി ലിറ്റർ വേണം അതിലുണ്ട്, അല്ലെങ്കിൽ 10 മില്ലി ലിറ്റർ ഉണ്ട്, അല്ലെങ്കിൽ 15 മില്ലി. അപ്പോൾ ഇതിന് നമുക്ക് വേണം മിൽക്ക് ചെയ്യാം, മെഡിസിൻ എടുക്കും. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിൽ നമ്മുടെ കേരളത്തിൽ റിസർച്ച് നടക്കുന്നുണ്ടോ? എന്തുകൊണ്ട് നടക്കുന്നില്ല? ഇവിടെ റിസർച്ച് ചെയ്യാൻ നമുക്കറിയാം. നമുക്കിപ്പോൾ ഏറ്റവും വലിയ റിസർച്ച് നമ്മൾ ചെയ്തിരിക്കുകയാണ്. ആർക്കെങ്കിലും അറിയാമോ അത്? പാമ്പ് കടിയേറ്റാൽ പ്രഗ്നൻസി കിറ്റ് പോലൊരു കിറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്തു, ഒരു സംഘടന. എവിടെയാണ്? എത്ര വാർത്ത വന്നു? എന്താ വെച്ചാൽ പാമ്പ് കടിയേറ്റ ആളിൻ്റെ കടിയേറ്റ പാടുന്ന മുറിയിൽ നിന്ന് ഒരു ഡോട്ട് ബ്ലഡ് ഉണ്ടെങ്കിൽ അടുത്തത് വിത്തിൻ സെക്കൻഡ്സിൽ ഏത് പാമ്പാണെന്ന് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് തനി മെഡിസിൻ കൊടുക്കാൻ പറ്റുന്നു. ഇപ്പോഴോ കോബ്ര കടിച്ചാൽ കോബ്രയുടെയും വൈപ്പറിൻ്റെയും ക്രൈറ്റിൻ്റെയും ഹംബിനോസറിൻ്റെയും കൂടെ വേനമാണ് കൊടുക്കുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുക? ഡെത്തിന് സാധ്യത കൂടുതലാണ്. നല്ലൊരു ഡോക്ടർ ഇല്ലെങ്കിലോ, മെയിൻ ഡോക്ടർമാരില്ലെങ്കിലോ, ഇപ്പം നമുക്ക് ആൻറ്റിബയോട്ടിക് കൊടുക്കുമ്പോൾ കാർഡിയാക് അറസ്റ്റ് വരും. കാർഡിയാക് അറസ്റ്റ് വരുമ്പോൾ അതിൻ്റെ അടുത്ത മരുന്ന് കൊടുക്കുക, അടുത്ത ഡോസ് കൊടുക്കാൻ പറ്റണ്ടേ? ഇതൊക്കെ നമ്മളായിട്ട് നടക്കുന്നുണ്ടോ? എന്തെങ്കിലും നടക്കുന്നുണ്ടോ? അപ്പോൾ ഇപ്പോൾ ഞാൻ എല്ലാവർക്കും ശത്രുവാണ്, മരുന്ന് കമ്പനിക്കാർക്ക് ശത്രുവാണ്. ഇപ്പോൾ മരുന്ന് ലോബികൾക്കെതിരാണ് ഞാൻ. പിന്നെ വനം വകുപ്പിൻ്റെ ചില കൊള്ളരുതായ്കൾക്കെതിരാണ്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, 10,000 കിറ്റ് വാങ്ങിയെന്ന് പറയപ്പെടുന്നു. ഒരു കിറ്റിന് 3,000 രൂപ. വനം വകുപ്പിൻ്റെ കിറ്റ് എടുത്ത് പാമ്പ് കൊടുത്തക്കാർക്ക് കിറ്റ് കൊടുക്കണ്ട. ഇതിന് മുന്നേ ആൾക്കാർ പാമ്പിനെ പിടിച്ചിട്ടില്ലേ? ചാക്കിൽ കൊണ്ടുവന്നിട്ടില്ലേ? കുപ്പിയിൽ കൊണ്ടുവന്നിട്ടില്ലേ? ഇതിനെക്കൊണ്ട് കാട്ടിവിടുന്നത്. ചേട്ടനെതിരെ വന്ന് ലൈസൻസ് ഇല്ല, മറ്റേ പ്രോപ്പർ ആയിട്ടുള്ള ഇത് ഉപയോഗിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ഒറ്റ ചോദ്യം, അത് നമ്മൾ പ്രേക്ഷകർ അറിയേണ്ടതാണ്. എന്തെന്നറിയാം? ലൈസൻസ് ഉള്ളവർക്ക് 138 പേർക്ക് വടി കിട്ടി. ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് പ്രകാരമുള്ള സാധനത്തിന് കേരള സംസ്ഥാന സർക്കാർ എങ്ങനെയാണ് നിയമസഭ കൂടാതെ പാസ്സാക്കാതെ ലൈസൻസ് കൊടുക്കാൻ പറ്റുന്നത്? ലൈസൻസ് എന്ന് പറഞ്ഞ സാധനം ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഇന്ത്യയിലെവിടെയെങ്കിലും? ഒരാളിന് ഇതെല്ലാം തട്ടിപ്പാണെന്നേ. ഇതെല്ലാം തട്ടിപ്പാണ്. ഇത് ഒരു ഞാൻ ചോദിക്കട്ടെ, ഇതിൽ ലൈസൻസ് എന്ന് പറഞ്ഞ സാധനത്തിൽ എന്താണെങ്കിലും എഴുതിയിരുന്ന ഒരു കൊട്ടേഷൻ 6 മാസത്തേക്ക് 1 വർഷത്തേക്കുള്ള കൊട്ടേഷനാണത്. അവനെങ്ങനെ ലൈസൻസ് ആവുന്നത്? ഇതെല്ലാം ചുമ്മയാണെന്നേ. ഇതെല്ലാം തട്ടിപ്പാണ്. അതൊക്കെ പോട്ടെ, നമ്മളെ വിഷയത്തിൽ നമ്മൾ വിട്ടുപോകുന്നു. അപ്പോൾ എന്താ പറയുക, എനിക്ക് അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അതായത് എനിക്കുണ്ട്. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഈ കടി പറഞ്ഞപ്പോൾ എനിക്ക് രോമാഞ്ചുണ്ട്. എൻ്റെ രോമം നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ, കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എൻ്റെ എന്തോ പോലെ ആയിരുന്നു. എനിക്ക് കടി കിട്ടി. എൻ്റെ അനിയത്തിക്ക് എനിക്ക് രാവിലെ 9:30 കടി കിട്ടുന്നു. ഞാനൊന്ന് മേശരിയാണ്. 9:30 കടിയിട്ട് ഞാൻ ഈ പാമ്പിനെയും കൊണ്ട് എൻ്റെ അനിയത്തിയെ കാണിക്കാൻ പോകുന്നു. അന്ന് വീട്ടിൽ കൊണ്ട് നടന്നാണ് പോകുന്നത്. 500-600 മീറ്റർ നടന്ന് വീട്ടിൽ കൊണ്ട് കാണിച്ച് എന്നെ കടിച്ചിങ്ങനെ പിടിച്ചിരിക്കുകയാണ്. ബോട്ടിലിട്ട് അടയ്ക്കുന്നു. ആ 9:30 മുതൽ ഞാൻ 2 മണി വരെ മേശരി പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 മണിയായപ്പോൾ ഒരു 3 പേര് ലാംബട്ര സ്കൂട്ടറിനെ കാണാൻ വരുന്നു. ഞങ്ങൾ തിരുവനന്തപുരം ഹോസ്പിറ്റലിൽ പോകുന്നു. അപ്പോൾ ലേറ്റായി. അപ്പോൾ മുരുകേശൻ ഡോക്ടറാണ്. അപ്പോൾ പറഞ്ഞ് രക്ഷയില്ല എന്ന് പറഞ്ഞു. ഞാൻ കൈ ഇവിടെ കെട്ടഴിച്ചപ്പോൾ ഞാൻ ബോധം കെട്ടു. അപ്പോൾ പറഞ്ഞു രക്ഷയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മരിച്ചു. ഒരു ശ്രീകൃഷ്ണ ജയന്തിയിലെന്നാണ് ഞാൻ മരിച്ചു. അപ്പോൾ എന്നെ വീട്ടിൽ റീത്ത് തൊട്ടൊക്കെ ആൾക്കാർ വരികയാണ്. മരിച്ചു എന്ന് റൂമർ പോയി കഴിഞ്ഞു. ആൾ വന്ന സമയത്താണ് ഈ രാത്രിയിൽ അപ്പോൾ ഞാൻ ഉറപ്പായിട്ട് പറഞ്ഞു എൻ്റെ ആത്മാവിൻ്റെ ശരീരത്തിൽ നിന്ന് പോയി.
ഞാനപ്പോൾ കേട്ടുക വനദുർഗാ ദേവി ക്ഷേത്രത്തിൽ ഞാൻ വരികയാണ് അകത്തേക്ക്, രാത്രി എൻ്റെ ആത്മാവ്, ഞാൻ അകത്തേക്ക് കയറാൻ പോകുന്ന എനിക്ക് കയറാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു ബാലിക, ഒരു കുഞ്ഞു കുട്ടി, എനിക്കൊന്നും മറക്കാൻ പറ്റത്തില്ല. എൻ്റെ മോള് എൻ്റെ അമ്മ ദേവി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതൊരു അന്ധവിശ്വാസം പറഞ്ഞു, എൻ്റെ വിശ്വാസമാണ് ഞാൻ പറയുന്നത്. തിരിച്ചു പോകുമെന്ന് പറഞ്ഞ് എന്നെ ഓട്ടിക്കുന്നു. അങ്ങനെ ഞാൻ മരിച്ചു എന്ന് പറഞ്ഞ സ്ഥലത്ത് ആത്മാവിന് കയറാൻ പറ്റുന്നില്ല, അമ്പലത്തിൽ കയറാൻ പറ്റുന്നില്ല. അപ്പോൾ എൻ്റെ തിരിച്ചു പോകും, നിനക്ക് പോകാനുള്ള സമയം തിരിച്ചു പോകും. ഞാൻ തിരിച്ച് ഒരു 10 മിനിറ്റത്തും തിരിച്ച് വിഷമിച്ച് തിരിച്ചു പോകണം. എനിക്ക് എൻ്റെ അമ്മയും എനിക്ക് ശരണമില്ല, അവിടെ എനിക്ക് ശരണമില്ല. അപ്പോൾ ഞാൻ തിരിച്ചു വരുന്നു. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഡോക്ടർ പറഞ്ഞു, എന്തോ ഒരു വ്യത്യാസം ഉണ്ടെന്ന് പറയും. നിങ്ങൾ അന്വേഷിച്ച് നോക്കും, ഡോക്ടർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്, ഡെത്തായെന്ന് പറഞ്ഞ കേസാണ്. തിരിച്ചു വന്നു. ഞാനത് ആ കുട്ടി അവിടുത്തെ അമ്മയാണ് ചോദിച്ചു. പിന്നെ വേറൊരു കേസിൽ എൻ്റെ അപകടങ്ങളെല്ലാം എന്നെ കാണിക്കുന്നത് ഒരു കുട്ടിയാണ്. കുട്ടി ആരാണെന്ന് എനിക്കറിയില്ല. എൻ്റെ എന്താ പറയുക, ഞാനിത് പ്രാർത്ഥിക്കുന്ന അമ്മയാണോ അല്ലെങ്കിൽ എൻ്റെ നാഗങ്ങളാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് വരുന്ന എല്ലാ അപകടങ്ങളും ഞാൻ നേരത്തെ സ്വപ്നം കാണും. എല്ലാം. ഇപ്പോൾ മെനിങ്ങാന്ന് വണ്ടി ഇടിച്ചത് ഉൾപ്പെടെ, അടൂർ വെച്ച് പത്തനംതിട്ട നിലമേൽ വെച്ച് വണ്ടി ഇടിച്ചത് ഉൾപ്പെടെ, പോത്തം കുടിച്ച് വണ്ടി ഇടിച്ചത് ഉൾപ്പെടെ എല്ലാം ഞാൻ നേരത്തെ കണ്ട്. എൻ്റെ അനിയത്തി പറയും എൻ്റെ സൂക്ഷിക്കണം എന്ന് പറയും. ഞങ്ങൾ അത്ര കൂട്ടായിരുന്നു. ഇപ്പോൾ പിന്നെ വയ്യാതായപ്പോൾ അവളുടെ മാനസികാവസ്ഥ എനിക്ക് കാണാനും പറ്റില്ല, അതുകൊണ്ട് ഞാൻ മാറി നിൽക്കുന്നു. അപ്പോൾ സൂക്ഷിക്കണം എന്ന് പറയും. എൻ്റെ മെനിങ്ങാന്ന് പറഞ്ഞതിൻ്റെതാണ് ഈ വണ്ടി ഇടിക്കുന്നത്. ഞാനും കണ്ടു, അവളും എൻ്റെ അടുത്ത് പറഞ്ഞു സൂക്ഷിക്കണം, നീ യാത്രയൊക്കെ സൂക്ഷിക്കണം, പാമ്പിനെ പിടിക്കണം, സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. അന്ന് തന്നെ വണ്ടി ഇടിച്ചു. അപ്പോൾ ഇതൊന്നും എന്താ പറയുക, ഒരു പ്രകൃതിയുടെ കെട്ടപ്പെട്ട് കിടക്കുന്നൊരു സംഭവം. നമ്മൾ ഈ മൈക്കിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ ഇതിൽ കൂടി വരുന്ന എല്ലാം, നമ്മൾ സംസാരിക്കുമ്പോൾ തിരിച്ചുണ്ടാകുന്ന എല്ലാ ഈ ഹോളിൽ കൂടി വരുന്ന എല്ലാ സംഭവങ്ങളും നമുക്ക് കാണാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നത്. അപ്പോൾ എനിക്കത് കാണാൻ പറ്റുന്നുണ്ട്. പാമ്പിനായിരുന്നു. ഇപ്പോൾ നാളെ പണ്ട് ഞാൻ രാജവെമ്പാല പിടിക്കാൻ തലേദിവസം ഞാൻ പറയും എൻ്റെ കൂടെ പറഞ്ഞോട്, ചേട്ടൻ സാറ് റെഡിയായിരുന്നു, നമുക്ക് മരത്തിൻ്റെ മണ്ടയിൽ സ്വപ്നം ഞാൻ കണ്ടിരിക്കുന്നു എന്ന് 2-3 ദിവസത്തിനകത്ത് അതേ സെയിം മരത്തിൻ്റെ മണ്ടയിൽ എനിക്ക് പിടിക്കാൻ പറ്റുന്നുണ്ട്. വീട്ടിൻ്റെ ഉത്തരത്തിൻ്റെ മണ്ടയിരിക്കുന്ന സ്വപ്നം കണ്ട് അതെനിക്ക് പിടിക്കാൻ പറ്റിയിട്ടുണ്ട്. കിണറ്റിൽ കിടക്കുന്ന സ്വപ്നം കണ്ട് ഗണ്ടി നണ്ടിക്ക് പിടിക്കാൻ പറ്റി തമ്മിൽ. അപ്പോൾ ഇതെല്ലാം നേരത്തെ കാണാൻ പറ്റും. ഇതൊരിക്കലും ഒരു അന്ധവിശ്വാസമല്ല. ഇത് ഭൂമിയിൽ ഒരുപാട് നിങ്ങൾക്കും കാണാൻ പറ്റും, പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള. ഞാൻ ശ്രദ്ധിക്കുന്നു എന്നുള്ള, ഞാൻ എന്ത് വന്നാലും ശ്രദ്ധിക്കാം. എൻ്റെ അനുഭവം ഇത്രയും കിടക്കുമ്പോൾ ഞാൻ ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇതിൽ കൂടി ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ്. അതാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എനിക്കൊരു അപേക്ഷയുണ്ട്, റിസർച്ച് ചെയ്യണം. അടുത്ത തലമുറ നമ്മുടെ നാട്ടിൽ നിൽക്കണം. നമ്മുടെ നാട്ടിൽ നിന്നാൽ 2036 2040 കേരളത്തിലല്ല ഇന്ത്യയിൽ ഒരൊറ്റ പാമ്പ് കടി മരണം ഉണ്ടാകാൻ പോകുന്നില്ല. നമ്മളെ കുട്ടികളെല്ലാം അന്യനാട്ടിൽ കൊണ്ട് തല കൊടുക്കുന്നു, ബുദ്ധിയെല്ലാം അന്യരാജ്യങ്ങൾക്ക് കൊണ്ട് കൊടുക്കുന്നു. നമ്മുടെ ഇവിടെ റിസർച്ചിന് ആളില്ല. നമ്മുടെ പാണ്ഡ്യവനത്തെക്കുറിച്ച് ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറഞ്ഞ ഒറ്റ കാര്യം, നിങ്ങളുടെ എപ്പിസോഡ് ഉണ്ടോ? ഞാൻ കൊറോണ സമയത്ത് പറഞ്ഞു, കൊറോണയുടെ പ്രതിരോധ മരുന്ന്, ഏറ്റവും നല്ല മരുന്ന് നമ്മുടെ പാമ്പിൻ്റെ വനത്തിലുണ്ടെന്ന് പറഞ്ഞു. ആരെങ്കിലും ചെവിക്കൊണ്ടോ? ഇപ്പോൾ ആണുങ്ങൾ കണ്ടുപിടിച്ചു കൊറോണയുടെ പ്രതിരോധ മരുന്ന് പാമ്പിന് സ്നേക്ക് വനത്തിൽ നിന്ന് കണ്ടുപിടിച്ചു. ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് വിദ്യാഭ്യാസം ഇല്ലയെന്ന് പറഞ്ഞു. ഇതാണ് നമ്മുടെ അവസ്ഥ. വിദ്യാഭ്യാസം ഉള്ളവൻ ചെയ്ത് കൂട്ടുന്ന അത്രയും വൃത്തികേടുകളുമാണ്. നമ്മൾ അതേന്നും പറഞ്ഞ് മറ്റുള്ള അടുത്ത തലമുറയ്ക്ക് എന്തെങ്കിലും, ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു സംഭവം കണ്ടുവെക്കണം അടുത്ത തലമുറയ്ക്ക് എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് എൻ്റെ ജീവിതം കൊണ്ട്. അത് ഞാൻ കണ്ടുവച്ചിട്ട് ഞാൻ പോവുള്ളൂ എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തെങ്കിലും ഒന്ന് ഉറപ്പായിട്ടും കണ്ടുവെക്കും. കണ്ടുവച്ചിട്ട് മാത്രമേ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് യാത്ര, ആർക്ക് ഞാൻ ജീവിച്ചിരുന്നതുകൊണ്ട് എൻ്റെ വീട്ടുകാർക്ക് ഭാരമില്ല, അടുത്ത തലമുറയ്ക്കൊരു ഭാരം ഉണ്ടാവണം എന്ന് ചിന്തിക്കുന്നു. അത് ഞാൻ എന്തെങ്കിലും എൻ്റെ ജീവിതം, എൻ്റെ ശരീരം കൊണ്ട്, എൻ്റെ ഇതുകൊണ്ട് ശരീരം കൊണ്ട് പഠിച്ചു വെച്ചിട്ട് ഞാൻ പോകും. അത് ഉറപ്പ്. അതുകൊണ്ടാണ് ആൻറ്റിബോഡി എൻ്റെ ശരീരത്തിലുണ്ടെന്ന് ഞാനാണ് ആദ്യം പറഞ്ഞത്. അന്വേഷണ ഡോക്ടർമാർ പറഞ്ഞത് പ്രതിരോധം ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇത്രയൊക്കെ പറയുമ്പം ഇനിയുള്ള 10 ചോദ്യങ്ങൾ ഞങ്ങളുടെ ഒരു 20 വയസ്സുള്ള 100 ചോദ്യങ്ങൾ 20 വയസ്സുള്ള കുട്ടികളാണ്. ചേട്ടാ, ഇതിൽ ലൈറ്റർ ചോദ്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, തമാശ കലർന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് തമാശയാണ് ഇഷ്ടം. ഓക്കെ. വാവ സുരേഷ് ഏട്ടൻ്റെ പ്രപ്പോസൽസ് വരാറുണ്ടോ? അതായത് ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ പ്രണയാഭ്യർത്ഥനയായി, കാരണം ചെയ്യുന്നത് ഏറ്റവും വലിയ എന്നെ പിള്ളേരെ കൊണ്ട് ഇടി വാങ്ങിപ്പിച്ചേരല്ലേ അല്ല, ഏതെങ്കിലും വീട്ടിലൊക്കെ ഇഷ്ടംപോലെ പ്രണയാഭ്യർത്ഥന വരുന്നുണ്ട്, ഇഷ്ടംപോലെ. പിന്നെ എന്താ ഒന്നും കൈ കൊടുക്കാൻ നിൽക്കുന്നത്? അല്ല, എന്താ കാര്യം എന്നറിയാമോ? ഞാനിപ്പം ഒരു കുഴിയിൽ വീണിരിക്കുകയാണ്, മറ്റൊരാളിനെ കൂടെ വലിച്ചതിനകത്തോണ്ടിട്ടണോ? ഞാനിപ്പോൾ ഒരു കുഴിയിൽ, അപ്പോൾ ഇപ്പം ഞാൻ ഈ ജീവിതം കൊണ്ട് ഇനി അങ്ങോട്ട് അധികം മുന്നോട്ട് പോകാൻ ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മനസ്സിൽ കുറേ കണക്കൂട്ടലുണ്ട്, അതിലേക്ക് കൂടി ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇനി വരുന്ന എന്താ പറയുക സപ്പോർട്ടുകൾ അവർക്ക് ബുദ്ധിമുട്ടായി മാറും, ഇനി യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഇനി കല്യാണം ഉണ്ടാവില്ല ലൈഫിൽ? ഒരിക്കലും ഉണ്ടാകത്തില്ല. പ്രേമത്തെക്കുറിച്ചൊന്നും പറയണ്ട, 100 കണക്കിന് കേട്ടോ. ഈ കരടിയുടെ കളറിയിരിക്കുന്ന എനിക്ക് തന്നെ ഇങ്ങനെ അപ്പോൾ കാണാൻ കൊള്ളുന്നുള്ള നിങ്ങളെയൊക്കെ ഉള്ളവരുടെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കിയാൽ
എനിക്കൊന്നും വരുന്നോലും ഇല്ല കേട്ടാ. ഇതാണ്ട് ഇവരെ നമ്മളെ മുന്നിൽ നിൽക്കുന്ന കുറേ വെളുത്തവരുണ്ടല്ലോ, അവരുടെയൊക്കെ അവസ്ഥ എന്നാലും ചോദിക്കുക. അറിയാത്ത ഫുൾ ടൈം നമ്മളൊക്കെ വലിയ വലിയ ഇതൊക്കെ അല്ലല്ലോ. ഫുൾ ടൈം മൊബൈലിലായിരിക്കുമെന്നേ. എനിക്ക് തന്നെ മൊബൈൽ വയ്ക്കാൻ സമയം കിട്ടുന്നില്ല. അപ്പോൾ ഒന്ന് ആലോചിക്കുക. അപ്പൊ ഈ ഭയങ്കരമായിട്ട് പ്രണയം എങ്ങനെയെങ്കിലും സുരേഷ് ചേട്ടാ ജീവിതത്തിലേക്ക് എന്നെ സ്വീകരിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു പെൺകുട്ടിയോട് എന്ത് പറയും? ഞാൻ എപ്പോഴും ചിന്തിക്കുന്നൊരു കണ്ടല്ലോ, ഞാൻ ഒരുപാട് പേര് ഇങ്ങനെ, പക്ഷെ പലരും ഞാൻ ജീവിതത്തിൽ കൂട്ടണമെന്ന് വിചാരിച്ചു. പക്ഷേ പിന്നെ ആലോചിച്ച് കുറച്ച് ദിവസം അങ്ങോട്ട് ചെല്ലുമ്പോൾ ഞാൻ ചിന്തിക്കുന്നുണ്ടാവും, പിന്നെ നമ്മളായിട്ട് അവരായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പോകാൻ അവർക്ക് ബുദ്ധിമുട്ട്. ഞാൻ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളാണ്, പെട്ടെന്ന് ദേഷ്യം വരുന്നത്. രണ്ടാമത്തെ കാര്യം, എൻ്റെ മേഖല ഇതാണ്. അപ്പോൾ ഞാൻ എന്തെങ്കിലും പെട്ടെന്നൊരു അപകടം പറ്റിയാൽ ഇപ്പോൾ ഞാൻ ഇല്ലാതായിപ്പോയി, അപ്പോൾ അവർക്ക് പിന്നെ ഒരു ജീവിതം ഇല്ലാതായി. അതുകൊണ്ട് ഞാൻ ആർക്ക് ശല്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാളത്തിലേക്ക് ഒതുങ്ങിയിരിക്കുന്നു എന്നാണ്. മാളത്തിൽ ഒതുങ്ങിയിരിക്കുകയാണ്. ഇഷ്ടം പോലെ അവർ വിളിച്ചിട്ടുണ്ട്, എന്താ പറയുക, കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രണയമൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞാൻ സത്യമായിട്ട് ഉള്ളവരും തുറന്നു പറയാം കേട്ടോ, ഞാൻ ഇത് ആരും പറഞ്ഞിട്ടില്ല കേട്ടോ. ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്, ഇഷ്ടം പോലെ. പിന്നെ എന്താ പറയുക, പിന്നെ ഇത് ഞാൻ ചിന്തിക്കുന്ന ഒരു ചിന്തയും കൂടി ഉണ്ട്. എന്താ പറയുക, ഇതൊക്കെ താൽക്കാലികം മാത്രമാണ്. കാരണം ഒന്നിൽ പത്രത്തിൽ വാർത്ത വരുമ്പോൾ ജനങ്ങൾക്ക് ചില ആൾക്കാർക്ക് തോന്നുന്ന ഒരു ആരാധന, അതാണ് കൂടുതലും. അതിനൊന്നും എന്താ പറയുക, അധികം നാൾ പോകത്തില്ല. അത് എനിക്ക് പല ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരാളാണ്. പല സിനി നടന്മാരായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റുള്ള ആർട്ടിസ്റ്റുമാരായിക്കോട്ടെ, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് കണ്ടിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഞാനതിന് വില കൽപ്പിക്കാത്തവരാണ്. അപ്പോൾ ഇത് ഞാൻ തമാശ രൂപേണ പറഞ്ഞ് കളിയാക്കി പോകുന്ന ഒരാളാണ്. ആ ഒരു മെത്തേഡ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇനി വിവാഹം പ്രതീക്ഷിക്കേണ്ട ചേട്ടൻ പറയണു. ഏതെങ്കിലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തൊരു പാമ്പുണ്ടോ ലൈഫിൽ? അതായത് ഇവൻ വലിയ പ്രശ്നക്കാരനൊന്നും അല്ലാന്ന് കയറി ചേട്ടനൊന്നും തൊടുക, ഭയങ്കരമായിട്ടും പ്രതീക്ഷിക്കാത്ത 100%. ഞാനൊക്കെ കിങ് ഓവറൊക്കെ വെച്ച് കളിക്കുന്നുണ്ടല്ലോ. ഞാൻ കിങ് ഓവറൊക്കെ വെച്ച് കളിച്ചതിന് ശേഷം ഇന്ന് ഒരുപാട് എന്നെ അവിടെ പിടിക്കുന്നു കഴുത്തി പിടിക്കുന്നൊക്കെ എവിടെയാണ്. നിങ്ങൾക്ക് വിദേശത്തായിരുന്നപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇപ്പോഴാണ്. ഞാൻ നന്നായിട്ട് ഞാൻ ആസ്വദിച്ച്, എനിക്ക് ഏറ്റവും വലിയ ലഹരി എന്നത് എൻ്റെ രാജവെമ്പാലാണ്. രാജവെമ്പാല ഞാൻ 238 രാജവെമ്പാല പിടികൂടി. എല്ലാവരെയും ഞാൻ ഒരുപാട് ആസ്വദിച്ച് കളിച്ചിട്ടേ വിട്ടിട്ടുള്ളൂ. ആസ്വദിച്ച് കൊണ്ട് നടന്ന് കയ്യിലൊക്കെ എടുത്ത് ഫോട്ടോയൊക്കെ എടുത്ത് തോളിലൊക്കെ വെച്ച് കഴുത്ത് ചുറ്റിയിട്ട് പത്തി എടുത്ത് വെച്ചിട്ട് ഫോട്ടോസ് ഉണ്ട് എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെയൊക്കെ നല്ല ആസ്വദിച്ച്. അപ്പോൾ എനിക്കതൊരു ലഹരിയാണ്. അത് എന്താ പറയുക, അങ്ങനെ ചെയ്തില്ലെങ്കിൽ എനിക്കെന്തോ ഒരു 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 വലിയ നഷ്ടമാണ്, ഭയങ്കര വിഷമാണ്. രാജവെമ്പാലയാണ് ഇഷ്ടം തോന്നുന്നല്ലേ? എനിക്ക് മൂർഖനെ ഞാൻ ഇഷ്ടപ്പെടുന്നു. മൂർഖൻ്റെ കടയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത്. പക്ഷേ രാജവെമ്പാല എന്ന് പറഞ്ഞ സാധനം ഷൈസ്നേക്കാണ്, നാണം കുടിയാണ്. കാരണം അവൻ അങ്ങനെ ആരും കടിക്കാറില്ല. പക്ഷേ അവനെ വെച്ച് കളിക്കുന്നത് അപകടമാണ്. നിങ്ങൾക്കറിയാമോ, നമ്മുടെ കേരളത്തിൽ രാജവെമ്പാല കടിയേറ്റു 2 സംഭവം ഉണ്ടായി. രണ്ടുപേരും ജീവിച്ചിരിപ്പുണ്ട്. പക്ഷെ വാർത്ത വന്നിട്ടുണ്ടോ? വനം വകുപ്പിലാണ്. മിണ്ടിയില്ല, ആരും മിണ്ടിയില്ല. എല്ലാവരും പറഞ്ഞത് എന്നെ ഒളിച്ചു വയ്ക്കുന്നു. ഞാൻ അറിഞ്ഞാൽ ഇതെന്തോ വലിയ സംഭവമാക്കണം. എനിക്കെന്തായിരിക്കണം. ഇപ്പോൾ രാജവെമ്പാല അവരെ പഠിക്കണ്ടേ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ആ രണ്ടുപേരും പഠിക്കണം. എത്ര ആൻറ്റിവനം കൊടുത്തു, എത്ര സമയം കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തി, എവിടെയാണ് കടി കിട്ടിയത്, ഇതൊക്കെ അടുത്ത തലമുറയ്ക്ക് പഠനം ഉണ്ടാകുന്നുണ്ട്. ഇനി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത്, എൻ്റെ പ്രിയപ്പെട്ട അധികാരികളുണ്ട്. ഇപ്പോൾ പുതിയ സർക്കാർ വന്നിട്ടുണ്ട്. അധികാരി ഈ 10 വർഷം നമുക്ക് വനം വകുപ്പിൻ്റെ മന്ത്രി എന്ന് പറഞ്ഞ സാധനം ഇല്ലായിരുന്നു കേട്ടോ. നിങ്ങളൊന്നും തോന്നരുത് കേട്ടോ. ഇനി ഇത് രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞല്ല, ഞാൻ 2-3 പ്രാവശ്യം സമീപിച്ചിട്ട് ഒരു ഉപയോഗം ഉണ്ടായിട്ടില്ല 2 മന്ത്രിമാരെ കൊണ്ട്. എല്ലാവരും പറഞ്ഞു ഇനിയൊരു നല്ല മന്ത്രി ഉണ്ടാവണം വനം വകുപ്പിന്, നല്ലൊരു മന്ത്രി. അത് ജനങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട്, മൃഗങ്ങളെ കണ്ടുകൊണ്ട്, കാടിനെ സംരക്ഷിക്കുന്ന എല്ലാം ജനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, മൃഗങ്ങൾക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട് വരുന്ന ഒരാളായിരിക്കണം. അതിലുപരി ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ സാധനങ്ങളൊക്കെ നമുക്ക് വേണം. ഇതില്ലെങ്കിലോ, പാമ്പില്ലെങ്കിൽ വരുന്ന മാരകമായ ആപത്ത് എന്താണെന്നറിയാമോ? പാമ്പ് എക്കോസിസ്റ്റത്തിന് അനിവാര്യമാണ്. ഇപ്പോൾ കോഴിമുട്ട ഇടുന്നു. നമ്മൾ കോഴിമുട്ട വാങ്ങിച്ച് കഴിക്കുന്നു. കോഴിമുട്ടയ്ക്കകത്ത് മാരകമായ അപകടമുണ്ട്. കോഴിമുട്ടയുടെ വെള്ളം എടുത്ത് കുത്തിവെച്ചാൽ മരിക്കുമെന്ന് പറഞ്ഞാൽ ഒരേ ഒരാൾ ഞാൻ മാത്രമാണ്. കോഴിമുട്ടയുടെ വെള്ളം എടുത്ത് ഇഞ്ചെക്ട് ചെയ്താൽ ഞാൻ 2015 പറഞ്ഞാൽ കോഴിമുട്ടയുടെ വെള്ള പാമ്പിൻ്റെ പ്രോട്ടീൻ പോലെയാണ്, എടുത്ത് ഇഞ്ചെക്ട് ചെയ്താൽ മരണപ്പെടുമെന്ന് പറഞ്ഞു. ഞാനേ പറഞ്ഞുള്ളൂ. അത് കഴിഞ്ഞിപ്പോൾ എല്ലാവരും എത്തിപ്പിടിക്കുന്നു. ഇപ്പോൾ ഞാൻ ഹെൽമെറ്റിനകത്ത് പാമ്പെടുത്തു. ഇപ്പോൾ ഹെൽമെറ്റിനകത്ത് മൊത്തം പാമ്പാണ്. ഞാൻ കുടത്തിനകത്ത് പാമ്പെടുത്തു. പിന്നെ കുടത്തിനകത്ത് മൊത്തം പാമ്പ്. എവിടെ തിരിഞ്ഞാലും കുടത്തിൽ. എല്ലാവരും സോഷ്യൽ മീഡിയ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ കുടത്തിനകത്ത് പാമ്പ്, ഹെൽമെറ്റിനകത്ത് പാമ്പ്, ചെരുപ്പിനകത്ത് പാമ്പ്. ഞാൻ ചെരുപ്പിന് കരിക്കാതെ എടുത്ത് അതിനുശേഷം പിന്നെ ചെരുപ്പിനകത്ത് മൊത്തം പാമ്പ്. ഇപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച നോക്കിയപ്പോൾ ഒരു ഫ്രിഡ്ജ് തുറന്നപ്പോൾ ഫ്രിഡ്ജിനകത്ത് പാമ്പിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കി. ഏറ്റവും നമ്പർ ഓഫ് പാമ്പ് ഇങ്ങനെ പെറ്റ് കിടക്കുന്നുണ്ടത് എത്ര നമ്പർ വരുന്നുണ്ട് കേട്ടോ? എൻ്റെ 60 എണ്ണം പ്രസവിച്ചു. 60 ആലപ്പുഴയിൽ നിന്നാണെങ്കിൽ 60 പ്രസവിച്ചു. ഒരാളിൽ 58 മുട്ട, മൂർക്കം 58 മുട്ടയിട്ടു. അതൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ. അതല്ല, പിന്നെ ഞാൻ 1000-ഓളം മുട്ടകൾ കുഞ്ഞുങ്ങൾ എല്ലാ വർഷവും വിരിയിക്കാറുണ്ട്. ഇപ്പം ഞാൻ ലോഡ്ജിലായതുകൊണ്ടാണ് അതിനുള്ള അവസരം ഉണ്ടാകാത്ത. മണിക്കൂറുകൾ നമ്മൾ തമ്മിൽ സംസാരിക്കാൻ പറ്റും. പക്ഷേ ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് എന്നും വേണം. പറഞ്ഞു മരണത്തേക്ക് ഇങ്ങനെ മുന്നിൽ കണ്ട് അതിലേക്ക് നടക്കുന്നു ഒന്നും പാടില്ല. ഞങ്ങൾക്ക് കേരളത്തിന് വേണം, ഞങ്ങൾക്ക് വേണം. കാരണം ഞങ്ങൾക്ക് ഒരു വാവ സുരേഷേ ഉള്ളൂ.
താങ്ക് യു സോ മച്ച് ഏട്ടാ ഫോർ കമ്മിങ് ഓവർ. സന്തോഷം.